കോട്ടയം സീറ്റ് ആവശ്യപ്പെട്ട് കേരള കോൺഗ്രസ് സീറ്റ് പാർട്ടിക്ക് അവകാശപ്പെട്ടതെന്ന പി ജെ ജോസഫ് UDF ഉഭയകക്ഷി ചർച്ചയിൽ അന്തിമ തീരുമാനം ആയില്ല. കേരള കോൺഗ്രസ് നേതാക്കളുമായി വീണ്ടും ചർച്ച നടത്തും. അമൽ തേനമ്പറമ്പിൽ നൽകും വിവരങ്ങൾ. അമൽ, എന്തായാലും ഈ കോട്ടയം സീറ്റിന്റെ കാര്യത്തിൽ ചർച്ചയിലേക്ക് വരുമ്പോൾ നേരത്തെ തന്നെ മറ്റ് എതിർപ്പുകളൊന്നും ഉണ്ടാവാനുള്ള സാധ്യത ഇല്ലെന്നാണ് നമ്മൾക്ക് സൂചനകളൊക്കെ ലഭിച്ചിരുന്നത്. പി ജെ ജോസഫിന്റെ അവകാശവാദം മുന്നോട്ട് വയ്ക്കുമ്പോൾ എന്തൊക്കെയാണ് ഇതിൽ ക്ലെയിം ചെയ്യുന്നത്? ജോസ് കെ മാണി UDF നിന്നും വിട്ടുപോയതിനു ശേഷം പിന്നീട് കേരള കോൺഗ്രസ് ജോസഫ് വിഭാഗത്തിന് ആ സീറ്റിന് അർഹതയുണ്ട് എന്ന് തുടക്കം മുതൽ അവർ വാദിച്ചിരുന്നു. നേരത്തെ അവിടെ മത്സരിച്ചിരുന്ന തോമസ് ചാഴിക്കാട് ജോസ് കെ മാണിക്കൊപ്പം പോവുകയും ചെയ്തു. ഇപ്പോൾ ഇടതുപക്ഷത്താണ്. സ്വാഭാവികമായും തെരഞ്ഞെടുപ്പ് വരുമ്പോൾ അവിടെ ആ സീറ്റ് കേരള കോൺഗ്രസ് മത്സരിച്ച സീറ്റാണ്. അതിനാൽ തന്നെ തങ്ങളുടെ സ്ഥാനാർത്ഥി ഉണ്ടാകുമെന്നുള്ള പ്രഖ്യാപനം പി ജെ ജോസഫ് നേരത്തെ തന്നെ നടത്തിയിരുന്നതാണ്. അതിനാൽ തന്നെ അതിൽ UDF മറ്റ് കക്ഷികൾക്ക്, കോൺഗ്രസ് അടക്കമുള്ള കക്ഷികൾക്ക് കാര്യമായ എതിർപ്പുമില്ല. അല്ല എങ്കിൽ കോട്ടയം സീറ്റ് വിട്ട് കൊടുത്തുകൊണ്ട് പി ജെ ജോസഫ് പിന്നെ ആവശ്യപ്പെടുന്നത് ഇടുക്കി സീറ്റാണ്. അങ്ങനെ ഒരു വെച്ചുമാറ്റത്തിന് നിലവിൽ എന്തായാലും കോൺഗ്രസ് തയ്യാറല്ല. നിലവിലെ സിറ്റിംഗ് എംപിമാരെല്ലാം മത്സരിക്കട്ടെ എന്നുള്ള നിലപാടിലാണ് കോൺഗ്രസിന്റെ ദേശീയ നേതൃത്വമുള്ളത്. അങ്ങനെ വരുമ്പോൾ സ്വാഭാവികമായും ഇടുക്കിയിൽ ഡീൻ കുര്യാക്കോസ് കോൺഗ്രസ് സ്ഥാനാർത്ഥിയായി മത്സരിക്കും. അങ്ങനെയെങ്കിൽ പിന്നീടുള്ള സീറ്റ് എന്ന് പറയുന്നത് കോട്ടയം മാത്രമാണ്. കേരള കോൺഗ്രസിന് ആ സീറ്റ് നൽകി ഈ ഉഭയകക്ഷി പ്രശ്നം തീർക്കാം എന്നുള്ളതാണ് കോൺഗ്രസ് ഇപ്പോൾ കണക്കാക്കുന്നത്. കാര്യമായ തർക്കങ്ങളിലേക്ക് കടക്കാതെ ഈ സീറ്റ് വിഭജന ചർച്ചകൾ പൂർത്തിയാക്കാം എന്നുള്ളതാണ് UDF നേതൃത്വം കരുതുന്നത്. ഇന്ന് 3 മണിക്കായിരുന്നു ഈ ഉഭയകക്ഷി ചർച്ച ആദ്യഘട്ടത്തിൽ പറഞ്ഞിരുന്നത്. പക്ഷേ സഭ നേരത്തെ പിരിഞ്ഞതിനാൽ തന്നെ പി ജെ ജോസഫ് അടക്കമുള്ള നേതാക്കളെത്തി പ്രതിപക്ഷ നേതാവ് അടക്കമുള്ള നേതാക്കളുമായി കൂടിക്കാഴ്ച നടത്തി. അതിൽ ഒരു പ്രാഥമിക ധാരണയായിട്ടുണ്ട്. ഇനി കൂടുതൽ ചർച്ചകൾ UDF ഉണ്ടാകും എന്നുള്ളതാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. വരും ദിവസങ്ങളിൽ ലീഗ് അടക്കമുള്ള പ്രധാനപ്പെട്ട ഘടകകക്ഷികളുമായ എല്ലാം കോൺഗ്രസ് നേതാക്കളുടെ ചർച്ച ഉണ്ടാകും. അതിനുശേഷമായിരിക്കും സീറ്റ് വിഭജനം സംബന്ധിച്ച വിഷയത്തിൽ UDF നേതൃയോഗം ഉണ്ടാകുക. അതിനുശേഷം സീറ്റ് വിഭജന പ്രഖ്യാപനവും ഉണ്ടാകും.